أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് സ്വാതന്ത്ര്യം എന്നത്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവൻ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് സ്വതന്ത്രനായിട്ടാണ്. നമ്മുടെ നാട്ടിലെ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ നടക്കുന്നത് നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിൽ സ്വാതന്ത്ര്യം എന്ന ആശയം ഇസ്ലാമികമായിട്ട് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യർക്കും സ്വാഭാവികമായ സ്വാതന്ത്ര്യമാണ് നൽകിയിട്ടുള്ളത് എന്നതാണ് ഒന്നാമത്തെ ആശയം. എല്ലാവരും സ്വതന്ത്രരായാണ് ജനിക്കുന്നത്. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിന് ചില ഉപാധികളുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വഖദ് വലദതുഹും അഹ്റാറ എന്നൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഉമ്മമാര് സ്വതന്ത്രമായി പ്രസവിച്ച കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരെ നിങ്ങൾ എങ്ങനെയാണ് അടിമകളാക്കുക എന്ന് അദ്ദേഹം ഒരു സന്ദർഭത്തിൽ ഒരാളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ സ്വതന്ത്രരായാണ് നമ്മൾ ജനിക്കുന്നത് എങ്കിലും ഇസ്ലാമിക വ്യവസ്ഥ പ്രകാരം ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് മനുഷ്യർ ജീവിക്കേണ്ടത് എന്നതാണ് സ്വാതന്ത്ര്യത്തിന്റെ ഒരു അടിസ്ഥാനം. കാരണം ഏതൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തുന്ന ഒരു കാര്യവും ചെയ്യുന്ന ഓരോ കാര്യവും അത് സുന്ദരമാകണമെങ്കിലും വ്യവസ്ഥാപിതമാകണമെങ്കിലും നാം ഉപയോഗിക്കുന്ന സ്വാതന്ത്ര്യം ഉപാധികൾക്ക് വിധേയമായിട്ടായിരിക്കണം, നിയന്ത്രണ വിധേയമായിട്ടായിരിക്കണം എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധ്വാനിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മൾ കളിക്കുന്നതും നമ്മൾ യാത്ര ചെയ്യുന്നതും ഒക്കെ ഏത് പ്രവർത്തനമാണെങ്കിലും അനിയന്ത്രിതമായിട്ടല്ല, നിയന്ത്രണത്തോടു കൂടിയാണ്. അപ്പോഴാണ് അത് സുന്ദരമാകുന്നത്, വ്യവസ്ഥാപിതമാകുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ കാണുന്ന കളികൾ, നമ്മൾ കളിക്കുന്ന കളികളോ അല്ലെങ്കിൽ കാണുന്ന കളികളോ ഒക്കെ തന്നെ ഏറ്റവും സുന്ദരമായ കളി, മനോഹരമായ കളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനോഹരമായ ഗാനം എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ കലയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് അത് നിർവഹിക്കുമ്പോഴാണ് അത് സുന്ദരമായി നമുക്ക് അനുഭവപ്പെടുന്നത്. വ്യവസ്ഥാപിതത്വവും നിയന്ത്രണവും ഇല്ലെങ്കിൽ ഒരു സംഗതിയും സുന്ദരമാവുകയില്ല എന്നതാണ് അടിസ്ഥാനം. ഇതേപോലെ തന്നെ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു മനുഷ്യൻ എത്ര കണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമയായി ജീവിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും അയാളുടെ സ്വാതന്ത്ര്യം അയാൾ അനുഭവിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാള് അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ഒരു അടിമയായി അള്ളാഹ് പറഞ്ഞതുപോലെ വിനീതനും വിധേയനുമായി ജീവിക്കുകയാണെങ്കിൽ ലോകത്താർക്കും കിട്ടാത്ത സ്വാതന്ത്ര്യം അയാൾക്ക് അനുഭവിക്കാൻ കഴിയും എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ആശയം. ഒക്കെ വിശദീകരിച്ച് പറയേണ്ടതാണ്, സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോവാണ്. മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം ജയിലിൽ കഴിഞ്ഞ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹത്തെ ജയിലിലിട്ട് പീഡിപ്പിച്ചു. ആ പീഡിപ്പിച്ച സമയത്ത് പുറത്തുള്ള ആളുകള് അദ്ദേഹത്തിന് എന്തൊരു പ്രയാസമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചപ്പോൾ അദ്ദേഹം അതിൽ നടത്തിയ പ്രതികരണം, ഞാൻ ഇവിടെ സ്വർഗത്തിൽ താമസിക്കുന്നത് പോലെയാണ് ഞാൻ ഈ ജയിലിൽ കഴിയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് നോക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇവിടെ പീഡനം അനുഭവിക്കുകയാണ്, സ്വാതന്ത്ര്യം ഇല്ലാതെ ജീവിക്കുകയാണ് എന്ന് തോന്നാം.
പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജയിലിൽ എനിക്ക് പുറമെ കിട്ടുന്ന സന്തോഷത്തെക്കാളും മനസമാധാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എനിക്ക് നൽകുന്നുണ്ട്. ഞാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ സാധിച്ചത് എന്ന് ചോദിച്ചാൽ ഇതാണ്. അതായത് പൂർണ്ണമായും അള്ളാഹുവിന് തന്റെ ജീവനെയും തന്റെ ശരീരത്തെയും തന്റെ ആയുസ്സിനെയും വിട്ടുകൊടുത്തു. അങ്ങനെ വിട്ടുകൊടുത്താൽ ഏത് ഭരണാധികാരിയാണെങ്കിലും ഏത് ക്രൂരനാണെങ്കിലും അത് ഈ ഇത്തരം ആളുകൾക്ക് പ്രയാസമുണ്ടാക്കിയില്ല. കാരണം പൂർണ്ണമായും അള്ളാഹുവിൽ അവർ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുമറിൽ പറയുന്നുണ്ട്. ളറബല്ലാഹു മസലൻ റജുലൻ ഫീഹി ശുറകാഉ മുതശാക്കിസൂന. ഒരു മനുഷ്യൻ രണ്ട് തൊഴിലാളികളെ പറ്റി, രണ്ട് അടിമകളെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദും ശിർക്കും തമ്മിലുള്ള വ്യത്യാസം പഠിപ്പിക്കാൻ വേണ്ടി പറയുന്ന മനോഹരമായ ഒരു ഉദാഹരണമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളിയെ ഉദാഹരിക്കുന്നു. ആ തൊഴിലാളിയുടെ വിഷയത്തിൽ ഫീഹി ശുറകാഉ മുതശാക്കിസൂന, പരസ്പരം തർക്കിച്ചു കൊണ്ടിരിക്കുന്ന പങ്കാളികളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളി, ആ തൊഴിലാളി എനിക്ക് കിട്ടണം എന്നൊരാൾ പറയുന്നു, വേറൊരാൾ പറയുന്നു അയാൾ എന്റെ തൊഴിലാളിയാണ്, മൂന്നാമതൊരാൾ പറയുന്നു അല്ല അവൻ എന്റെ തൊഴിലാളിയാണ്. ഇങ്ങനെ പല ആളുകളും എന്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളി. ഈ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ അടിമയെ സംബന്ധിച്ചിടത്തോളം അയാൾ എല്ലാ യജമാനന്മാരെയും തൃപ്തിപ്പെടുത്താൻ ബാധ്യസ്ഥനാണ്. കാരണം അവരെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും, ഇയാളെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ ഇയാൾ എന്ത് വിചാരിക്കും, ഇയാളെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ ഇയാൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് അസ്വസ്ഥനായി കഴിയുന്ന ഒരു അടിമ അല്ലെങ്കിൽ ഒരു തൊഴിലാളി. അങ്ങനെ ഉണ്ടാവും ചില തൊഴിലാളികൾ, ചില പണിക്കാര്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വേറൊരു ഉദാഹരണം പറയുന്നു. റജുലൻ സലമൻ ലി റജുലിൻ, ഒരേ ഒരാൾക്ക് വിധേയനായി കഴിയുന്ന വേറൊരു തൊഴിലാളി അല്ലെങ്കിൽ വേറൊരു അടിമ. എന്താണ് പറയുന്നത്? രണ്ടാമത്തെ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ പല മുതലാളിമാരുമുണ്ട്, പക്ഷേ അല്ലെങ്കിൽ പല തൊഴിൽ ദായകരുമുണ്ട്. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്ഥിരമായി ഒരു മുതലാളിയുടെ പണിക്കാരനാണ്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപാട് ആളുകളെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അയാൾക്ക് ഒരാളെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ മതി. ഈ രണ്ടാമത് പറഞ്ഞ തൊഴിലാളി അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആർക്കില്ല? മറ്റേ തൊഴിലാളിക്കില്ല. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ബാധ്യസ്ഥന്. ഞാൻ നാളെ പണിക്ക് വരാം എന്ന് ഒരാളോട് പറയും, വേറൊരാളോട് പറയും ഞാൻ നാളെ അങ്ങോട്ടാണ് വരിക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ കിട്ടേണ്ടുന്നത് അയാൾക്ക് അയാളുടേതായ കാര്യങ്ങൾ നിർവഹിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തണമെങ്കിലും അനുഭവിക്കാൻ കഴിയണമെങ്കിലും അതിൽ ആരുണ്ടാകരുത്? കൂടുതൽ മുതലാളിമാരുണ്ടാകാൻ പാടില്ല. അള്ളാഹു ആ ഉദാഹരണം പറയുന്നത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, മാനസികമായ സ്വസ്ഥത ആർക്ക് കിട്ടുന്നില്ല? ഒരുപാട് ദൈവങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടി വരുന്ന, ഒരുപാട് ആളുകൾക്ക് പൂജ ചെയ്യേണ്ടി വരുന്ന, ഒരുപാട് ആളുകൾക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കേണ്ടി വരുന്ന ഒരു ഭക്തന്റേതിനേക്കാൾ കൂടുതൽ സ്വസ്ഥത അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്, തൗഹീദിന്റെയും ശിർക്കിന്റെയും ഉദാഹരണം വിശദീകരിക്കാൻ വേണ്ടിയാണ് സൂറത്ത് സുമറിൽ അള്ളാഹു ആ കാര്യം പറയുന്നത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 15 കിട്ടിയ എന്തോ ഒരു സംഭവം എന്നതിനപ്പുറം ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല, അത് അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും, സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ അള്ളാഹുവിന് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. ആ ഒറ്റ കാര്യത്തിന്റെ വിശദമായ കാര്യങ്ങൾ ഒരുപാട് വേറെയുണ്ട്. ആ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ അയാൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ബഹുദൈവ വിശ്വാസികൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രം അടിമപ്പെട്ടുകൊണ്ടും അവനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ടും പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.